കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്ന ഒരു വിഷയമാണ് കെ സുധാകരൻ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നത്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായ നേതാക്കളിൽ ഒരാളാണ് കെ സുധാകരൻ. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റും ഇപ്പോൾ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള എംപിയുമാണ് അദ്ദേഹം. സാധാരണയായി ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ ഒരു പതിവുണ്ട്. ലോക്സഭയിൽ എംപി ആയിരിക്കുന്നവർ അധികം സമയങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാറില്ല. കാരണം അവർക്ക് ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വങ്ങൾ ഉണ്ടാകും. പക്ഷേ ഈ സാഹചര്യത്തിൽ കെ സുധാകരൻ വളരെ വ്യക്തമായ ഒരു നിലപാട് എടുത്തു. അടുത്ത കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കണ്ണൂർ പോലുള്ള രാഷ്ട്രീയമായി അതീവ ശക്തമായ ജില്ലയിൽ കോൺഗ്രസ് ശക്തിപ്പെടണമെങ്കിൽ ശക്തമായ നേതാക്കൾ നേരിട്ട് രംഗത്തിറങ്ങണം എന്നാണ്. കണ്ണൂർ ജില്ലയെ കുറിച്ച് പറയുമ്പോൾ അത് കേരളത്തിലെ കടുത്ത രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ്. പ്രധാനമായും ഇവിടെ വലിയ സ്വാധീനം പുലർത്തുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണ്. AICC എടുക്കുന്ന തീരുമാനം അംഗീകരിക്കേണ്ട എന്നാണ് കെ സുധാകരന്റെ നിലപാട്. വി ഡി സതീശനും KPCC പ്രസിഡന്റും സണ്ണി ജോസഫ് സുധാകരനുമായി സംസാരിച്ചെങ്കിലും തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് സുധാകരൻ പറഞ്ഞു. രമേശ് ചെന്നിത്തല സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കണമെന്ന് ചെന്നിത്തല പരസ്യ നിലപാടെടുക്കുകയും ചെയ്തു. അല്ല, കെ സുധാകരനോട് ഞാൻ ഇന്നലെ സംസാരിച്ചു. അദ്ദേഹം തിങ്കളാഴ്ച ഡൽഹി വരും, എല്ലാവരോടും സംസാരിക്കും. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് വിജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത്തരം സാഹചര്യത്തിൽ കോൺഗ്രസ് ശക്തമായി തിരിച്ചു വരണമെങ്കിൽ ശക്തമായ നേതാക്കൾ നേരിട്ട് മത്സരിക്കണമെന്നാണ് സുധാകരന്റെ അനുയായികൾ പറയുന്നത്. പക്ഷേ ഈ പ്രഖ്യാപനത്തിന് ശേഷം കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ ചർച്ച തുടങ്ങി. ചില നേതാക്കൾ പറഞ്ഞു, സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് വ്യക്തിപരമായി ആരുമല്ല, അത് തീരുമാനിക്കുന്നത് പാർട്ടിയുടെ ഹൈക്കമാൻഡ് ആണ്. ഇന്ത്യയിലെ കോൺഗ്രസിന്റെ പ്രധാന തീരുമാനം എടുക്കുന്ന കേന്ദ്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹൈക്കമാൻഡ്. അതുകൊണ്ട് ആരും മുൻകൂട്ടി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത് ശരിയായ രാഷ്ട്രീയ രീതിയല്ല എന്ന വിമർശനവും പാർട്ടിക്കുള്ളിൽ ഉയർന്നു. അതേസമയം മറ്റൊരു വിഭാഗം നേതാക്കൾ സുധാകരനെ പിന്തുണച്ചു. അവരുടെ അഭിപ്രായത്തിൽ കണ്ണൂരിൽ കോൺഗ്രസ് ശക്തിപ്പെടണമെങ്കിൽ സുധാകരൻ പോലുള്ള ശക്തമായ നേതാക്കൾ നേരിട്ട് രംഗത്തിറങ്ങണം. കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ചരിത്രം നോക്കിയാൽ ഇത് സാധാരണ മണ്ഡലമല്ല. ഇവിടെ വർഷങ്ങളായി കോൺഗ്രസും CPM-ഉം തമ്മിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നു. അതുകൊണ്ട് സുധാകരൻ മത്സരിക്കുമോ ഇല്ലയോ എന്നത് ഒരു വ്യക്തിയുടെ തീരുമാനം മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ഇപ്പോൾ വരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. അതിനാൽ അടുത്ത ദിവസങ്ങളിൽ സുധാകരൻ നിയമസഭയിലേക്ക് മത്സരിക്കുമോ അല്ലെങ്കിൽ MP ആയി തന്നെ തുടരുമോ എന്നത് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരിക്കും. കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ഒരു തീരുമാനമാണിത്. നാളെ ഡൽഹിയിലേക്ക് രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ച ശേഷം അറിയാം കെ സുധാകരന്റെ ആഗ്രഹം നടക്കുമോ എന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിയമസഭയിലേക്ക് MP മാർ മത്സരിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം?